ഒന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിക്കേണ്ടുന്ന സാംസ്കാരിക ദർശനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പുനരധിവാസത്തിൻ്റെ പ്രശ്നമാണ്. ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലയിലെ ഏറ്റവും വലിയ ദുരന്തം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപകട മേഖല തീവ്രമായ രീതിയിലുള്ളതാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും അവസാനം വാക്കാലെങ്കിലും അംഗീകരിച്ചു. നമുക്കതിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ഈ 2-3 മാസം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ്റിന് അംഗീകരിക്കേണ്ടി വന്നു. തീവ്രമായ രീതിയിലുള്ള പ്രകൃതിക്ഷോഭമാണ് ഉണ്ടായത് എന്ന് ഗവൺമെൻറ്റിന് അംഗീകരിക്കേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായ എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറായിട്ടില്ല. എന്നാൽ കേരള ഗവൺമെൻറ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മന്ത്രിസഭാ യോഗമായിരുന്നു പുതുവത്സര ദിനത്തിൽ നടന്നത്. രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആവേശം നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടന്നു. പുനരധിവാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുത്ത് അവസാനിപ്പിക്കുന്നതല്ല. ഒരു ജനതയുടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ജീവിതത്തെ കരുപിടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ വീട്, പശ്ചാത്തല സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും സ്കൂളുകൾ തുടങ്ങിയ എല്ലാം ഒരു നഗരം രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭൂമി കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു വലിയ തർക്കമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ക്യാമ്പയിനിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോഴും ഭൂമി കൊടുക്കാം എന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹൈക്കോടതി തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ പ്രശ്നമില്ല. അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചേരുന്ന ഒരു കൃത്യമായിട്ട് ഇതിന് മോണിറ്റർ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഗവൺമെൻറ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മന്ത്രിമാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ സ്പോൺസർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ വക്താക്കളെ ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഗവൺമെൻറ് പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് ലോകോത്തരമായ രീതിയിൽ അവിടെ വയനാടുണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ചോദിച്ചാൽ പറയും. അപ്പോൾ ഇത്രയും കാര്യം പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. വരട്ടെ വിധി വരട്ടെ, വിധി വന്നിട്ട് ഞാൻ പറയാം. അല്ല, കുടുംബം ഇപ്പം മാത്രമല്ല, മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും പുതുതായിട്ട് വരുന്ന ഒരു പ്രശ്നമല്ലല്ലോ. അന്ന് മുതലേ തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിധി വരട്ടെ, വന്നാൽ കൃത്യമായിട്ട് പാർട്ടി നിലപാട് എന്താണെന്ന് വ്യക്തമാക്കും. ഞങ്ങൾ മുമ്പേ പറഞ്ഞതല്ലോ, ആദ്യത്തേന് പറഞ്ഞത്. ഇത് ഓരോ ദിവസം കഴിയുമ്പോൾ മാറ്റി പറയേണ്ട പല കാര്യമുണ്ട്. കൃത്യമായ നിലപാട് അന്നേ പറഞ്ഞതാണ്. CBI വന്നതോടുകൂടി ആ കേസ് രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമം യഥാർത്ഥത്തിൽ വിജയിച്ചില്ല. അതാണിപ്പോൾ പ്രാഥമികമായ കാര്യം. അവരെന്താണോ ഉദ്ദേശിച്ചത്, ഗൂഢാലോചന നടത്തി CPIM കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു CBIയുടെ കോൺഗ്രസിൻ്റെ നിലപാട്. ആ നിലപാട് തെറ്റാണ് എന്ന് ഇപ്പോൾ തന്നെ ഹൈക്കോടതിയുടെ വിധിയുടെ ഭാഗമായി പ്രാഥമികമായി കിട്ടിയ വിവരം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇവർക്കാർക്കും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പങ്കില്ല എന്ന് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാ കാര്യം പറഞ്ഞു. പക്ഷേ CPM അവരെ വിമർശിച്ച് അവർക്ക് വിസിബിലിറ്റി നൽകുന്നു. അത് CPMന്റെ രാഷ്ട്രീയം ആ നിലപാട് ശരിയല്ല, അത് സംഘപരിവാറിന് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഹരിസാലയിലെ ലേഖനത്തിൽ പറയുന്നത്. ഈ വർഗീയവാദികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് അവർ ശത്രുതാപരമായ മനസ്സോടുകൂടി ഒന്നിനെ ഇല്ലാതാക്കി മറ്റൊന്നുണ്ടാക്കാൻ അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ വേണ്ട. അത് വളരെ വ്യക്തമായിട്ട് പാർട്ടിക്ക് കാഴ്ചപ്പാടുണ്ട്. ലോകത്ത് മറ്റെല്ലാ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരത്തിലോ ഏറ്റുമുട്ടലിലോ ആരെങ്കിലും ഒരാൾ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും, ലോകത്ത് എവിടെയായാലും. എന്നാൽ വർഗീയ ശക്തികൾ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലിൽ ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട. മലപ്പുറത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.